1500-ലധികം സ്കൂൾ വിദ്യാർത്ഥിനികളെ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരിൽ പലരും ഇന്നും വീടുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. 7 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള, അല്ലെ 12 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള കുട്ടികളെ നഷ്ടപ്പെട്ട ഉറ്റവരുടെ കണ്ണീരിൻ്റെയും വേദനയുടെയും നീണ്ട കഥകളാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നത്. ലോകം അതിവേദനയോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിലും ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൈജീരിയയിൽ നിന്ന് വീണ്ടും വളരെ ദുഃഖകരമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. നൈജീരിയയിലെ നൈജർ സ്റ്റേറ്റിലെ ഒരു കത്തോലിക്ക സ്കൂളിന് നേരെ വൻതോതിലുള്ള ഒരു ആക്രമണമുണ്ടായി. നവംബർ 21 വെള്ളിയാഴ്ച പുലർച്ചെയുള്ള സമയത്ത് സെൻറ്റ് മേരീസ് കത്തോലിക്ക സ്കൂളിലേക്ക് സായുധധാരികളായ അക്രമികൾ അതിക്രമിച്ച് കയറുന്നു. ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് 215 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും അവർ തട്ടിക്കൊണ്ടുപോകുന്നു. വനത്തിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് റോയിറ്റേഴ്സ്, AP ന്യൂസ് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണം നടക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ പോലീസോ സൈന്യമോ അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാൾക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. 100 കണക്കിന് കുട്ടികൾ അക്രമികൾക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് നേരത്തെ തന്നെ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് സ്കൂൾ പ്രവർത്തിച്ചത് എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അവിടെ പാവപ്പെട്ട ആളുകളെ ഒന്നിച്ച് താമസിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക പ്രസ്ഥാനം നടത്തുന്ന ഒരു മിഷണറി പ്രസ്ഥാനം നടത്തുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ അത് പെട്ടെന്ന് പിരിച്ചുവിടുവാനോ വിദ്യാർത്ഥികളെ പറഞ്ഞ് വീടുകളിലേക്ക് വിടുകയോ എന്നുള്ളതൊന്നും പ്രായോഗികമായി സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ സ്കൂൾ അധികൃതരും കുട്ടികളും ജീവനക്കാരും എല്ലാം ഇപ്പോൾ ഒരു വലിയ അപകടത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അക്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. 2014 ബൊക്കോ ഹറാം നടത്തിയ ചിബോക് സ്കൂൾ ആക്രമണം നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്, ചാനലിലുണ്ട്. അപ്പോൾ ഈ ചിബോക് സ്കൂളിൽ ഇതുപോലെ ആക്രമണം നടത്തുകയും ധാരാളം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പിടിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കുകയും ഒക്കെ ചെയ്തത് ഏറ്റവും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച കാര്യമായിരുന്നു. ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു, എന്നിട്ടും എന്തിന് സ്കൂൾ അവിടെ പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരു കത്തോലിക്ക കോൺവെൻറ്റിലുള്ള വിദ്യാർത്ഥികളെ ഒറ്റയടിക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതൊക്കെ സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നൈജീരിയയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് KB സ്റ്റേറ്റിൽ നിന്ന് 25 വിദ്യാർത്ഥിനികളെയും ക്വാര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 38 വിശ്വാസികളെയുമാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ചിബോക്ക് സംഭവത്തിന് ശേഷം ഇതുവരെ 1500-ലധികം സ്കൂൾ വിദ്യാർത്ഥിനികളെ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരിൽ പലരും ഇന്നും വീടുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. 7 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള, അല്ലെ 12 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള കുട്ടികളെ നഷ്ടപ്പെട്ട ഉറ്റവരുടെ കണ്ണീരിൻ്റെയും വേദനയുടെയും നീണ്ട കഥകളാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നത്. ലോകം അതിവേദനയോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിലും ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ചില ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് ആരാണ് ഉത്തരവാദികൾ? ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? ലോക മനസാക്ഷിക്ക്, സമൂഹത്തിന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് വിലപിക്കുന്ന ലോക സമൂഹത്തിന് നൈജീരിയയിലെ കുഞ്ഞുങ്ങൾ ഇതുപോലെ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നതും ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക്, ലൈംഗിക അടിമകളാക്കിയൊക്കെ മാറ്റപ്പെടുന്നതിനെക്കുറിച്ചും ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ്. ലോക ക്രൈസ്തവ സമൂഹം കണ്ണു തുറന്ന് ഇത് കാണേണ്ടിയിരിക്കുന്നു, ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, ഈ നൈജീരിയക്കെതിരായ നടപടികൾ ആരംഭിക്കുമെന്ന്. എന്ത് നടപടികളാണ് ആരംഭിക്കുവാൻ സാധിക്കുന്നത്, എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ആശങ്കാജനകമായ കാര്യമാണ്. അവിടെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ക്രൂരമായ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള, വിശ്വാസികൾക്കെതിരെയുള്ള ഏറ്റവും കഠിനമായ സംഭവങ്ങൾ നൈജീരിയയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാർക്കുന്ന ഈ ലോകം എത്ര ദുരിതപൂർണമാണ്, എത്ര വേദനാജനകമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി പീഡനം നേരിടുന്ന ഒരു സമൂഹത്തിൻ്റെ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വേദന കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ തിങ്ങി നിറയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് പോലും അർത്ഥം നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്.
തടവിലാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് നൽകും.